ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നയനയുടെ അവാർഡുകാരൻ ചടങ്ങാണ് കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ ഇങ്ങനെ എല്ലാവരും നിരന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ആൻമരിയ മൈക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എല്ലാ വേദിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വാഗതം എന്ന് പറഞ്ഞ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി രണ്ടു വാക്ക് പറയട്ടെ എന്ന് പറഞ്ഞ് ആൻമരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അച്ഛൻ്റെ കൈ പിടിച്ച് മെല്ലെ മെല്ലെ വളർന്നു വന്നൊരു പെൺകുട്ടി. അവൾ പിന്നെ അച്ഛൻ്റെ വലത് കൈയായി. 5-ാം വയസ്സിൽ തൊട്ട് പഠിപ്പും കലയും ഒന്നിച്ചു കൊണ്ടുപോയ വ്യക്തി. പിന്നീട് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കൾച്ചറൽ പ്രോഗ്രാമിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട്. പിന്നീട് ആർട്ട് ഗാലറിയുമായി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്താണ് വളരെ യാദൃശ്ചികമായി മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആദർശമായിട്ട് വിവാഹം നടക്കുന്നത്. നമ്മുടെ ആൻമരിയ മൈക്കിനകത്തൂടെ നയനെപ്പറ്റി വാനോളം പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ദേവയാനിയുടെ മനസ്സിങ്ങനെ കുളിർക്കുകയാണ്. പിന്നീട് ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെ പോലെ ഒരുത്തിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും സമയം നിലവിളക്കുമായി കാത്തിരുന്നത്. ആ കല്യാണം കഴിഞ്ഞ സമയത്തെ ദേവയാനിയുടെ സംസാരം ദേവയാനി ഇങ്ങനെ മനസ്സിലേക്ക് വിചാരിക്കുക കേട്ടോ. ഈ വീട്ടിലേക്ക് ഇവളെ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ചിരിക്കുക കേട്ടോ ദേവയാനി. കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ പെൺകുട്ടികളെ പോലെയും വീട്ടിൽ ഒതുങ്ങിക്കൂടിയ നയനയെ ആദർശം മനസ്സിലാക്കി അവിടെ കഴിവുകൾ മനസ്സിലാക്കി മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറായി ആദർശ് വാഴ്ത്തിയിരിക്കുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ സമാനതകളില്ലാത്ത പ്രകടനം കൊണ്ട് സ്ത്രീ സമൂഹത്തിന് മാതൃകയായി തീർന്നിരിക്കുന്ന നയന മേഡത്തിന് നമ്മളുടെ ഏവരുടെയും അഭിനന്ദനങ്ങൾ. ഇന്ന് നയന മേഡത്തിനെ അവാർഡിന് അർഹയാക്കിയിരിക്കുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടാണ്. മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ആ നെക്ലേസ് ഇന്ന് ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അന്നരയൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദർശ് നേരത്തെ നമ്മുടെ ജ്വല്ലറിയിൽ വെച്ചിട്ട് നമ്മുടെ നയനയുടെ കഴുത്തിൽ ഒരു മാല അണിയിക്കുന്നുണ്ടായിരുന്നല്ലോ, ആ വീഡിയോ കാണിക്കുകയാണ്. അപ്പോൾ നയന ഇങ്ങനെ സ്റ്റേജിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആൻമരി പറഞ്ഞു, ഇനി അവാർഡ് സ്വീകരിക്കുന്നതിന് മുന്നേ അവാർഡിന് അർഹയായ ജേതാവിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറയുവാണ്. അപ്പോൾ നയന അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി സന്തോഷത്തോടു കൂടി കൈയൊക്കെ എടുക്കുന്നുണ്ട്. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് കിട്ടുന്നത്. ഇത്തരം വേദികളോടോ പുരസ്കാരങ്ങളോടോ ഞാൻ ഒരിക്കലും താല്പര്യം കാണിച്ചിരുന്നില്ല. അർഹത ഉണ്ടായിട്ടും അവാർഡുകൾ കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുത്തിരുന്നു, അർഹതയില്ലാത്തതൊന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഞാൻ ശ്രമിക്കുകയില്ല എന്ന്. എൻ്റെ ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് മൂർത്തീസ് കമ്പനിയുടെ MDയുമായ എൻ്റെ ഹസ്ബൻഡുമായ ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ഡിസൈനുകൾ ആർക്കും പിന്നിലല്ലെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ നയന എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ കോരിത്തെരിപ്പിച്ച് നിർത്തിയിരിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്നാണ് നയൻ ഒരു വെടി പൊട്ടിച്ചത്. സത്യം പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വെടി. ആ സമയത്ത് നയന പറയുകയാണ്, തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് വേദിയിൽ. പക്ഷേ ഈ ഒരു അവാർഡ് മേടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എല്ലാവരുടെ വേദിയിലും വെച്ച് പറയുകയാണ്. ആദ്യം ഞെട്ടിയിട്ട് ദേവയാനിയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഞെട്ടി. ഞാൻ എന്താണെങ്കിലും ഈ ഒരു അവാർഡ് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് നയന പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി കാലി തുള്ളിട്ട് അങ്ങോട്ട് എണീക്കുകയാണ്. നീ എല്ലാവരും മുന്നിൽ വെച്ച് നാടകം കളിക്കുകയാണോ? നീ ഒരു സ്റ്റാർ ആണെന്ന് അഹങ്കരിക്കുകയാണോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. എന്തോ ആയെന്നൊരു ധാരണ, അതുകൊണ്ട് നീ ഇവിടെ ഉള്ളവരെല്ലാം അപമാനിക്കുകയാണ്. എനിക്ക് ഈ അവാർഡ് കിട്ടുന്നതിൽ എനിക്കൊരു സന്തോഷവും ഇല്ല. പക്ഷെ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് മാനഹാനി ഉണ്ടാകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. നീ ഇന്ന് ഈ അവാർഡ് മേടിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാവുള്ളൂ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പൊ നയന പറയണേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ദേവയാനി അങ്ങ് ശങ്കിച്ചു പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ആൻമരിയെ എണീച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ ഇതൊക്കെ, നിങ്ങൾ തമ്മിൽ വഴക്കൊണ്ടെന്ന് നിങ്ങളുടെ നാട്ടുകാരെയൊക്കെ അറിയിക്കണമെന്ന് ചോദിക്കുക. അപ്പൊ നയന പറയും, അതിനിവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്ന് പറയുവേ. അടച്ചു മൂടിയ ഈ മുറിയിൽ നമ്മൾ കുറച്ചു പേരല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എങ്കിലും ഇതൊക്കെ ക്യാമറയിൽ പതിയുന്നുണ്ട്, നാളെ ഇതൊക്കെ TV-യിൽ വരേണ്ടതാ, ചാനലിൽ വരേണ്ടതാ എന്നിങ്ങനെ ആൻമരി പറയാണ്.
അതിനെ ഞാൻ അവാർഡ് മേടിക്കുന്നില്ലല്ലോ, പിന്നെന്തിനാ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നയന ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി സ്റ്റേജിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് നയനയോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ്, ഇന്ന് ഈ അവാർഡ് മേടിക്കത്തില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇന്ന് ഇവിടെ ഗ്രേസിയുടെ കയ്യിൽ നിന്ന് നീ ആ അവാർഡ് മേടിച്ചിരിക്കണമെന്ന് ഇങ്ങനെ നയനയോട് പറയുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വമ്പൻ ടിസ്റ്റുമായി നമ്മുടെ നയന പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അവാർഡ് മേടിക്കാം, പക്ഷേ ഗ്രേസിയുടെ കയ്യിൽ നിന്നല്ല. എൻ്റെ ഈ അവാർഡിന് ശുപാർശയായിട്ട് ആരാണോ അന്ന് മുമ്പിൽ നിന്ന് ചെയ്തത് അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ അംഗീകാരം മേടിക്കുന്നതെന്ന് ഇങ്ങനെ നയന പറയുകയാണ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇതിനൊക്കെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചതും ഈ പ്രോഗ്രാമിന് പണം മുടക്കിയതും ആൻമേരിയോടും അല്ലെങ്കിൽ ഗ്രേസിയാൻ്റെയോടും ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ കാര്യം നടത്തണമെന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ അവാർഡ് കിട്ടേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അമ്മ ഇത്രയും നാളും പുകമറിയില്ലല്ലായിരുന്നോ? ഇനിയെങ്കിലും ഒന്ന് വെളുത്തോട്ട് വന്നോടെ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ ദേവയാനിക്ക് അങ്ങ് സങ്കടം വന്നിട്ട് അങ്ങ് വിങ്ങി പൊട്ടുന്നുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തണലിൽ എഡിസൺ രംഗത്ത് ഒരു പേരെടുക്കാൻ വന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ പെൺകുട്ടിയല്ല എന്നിങ്ങനെ നയന പറയുകയാണ്. ഈ അടുത്ത സമയത്ത് എൻ്റെ അനുജത്തിയുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് അവൾ സ്വന്തമായിട്ട് വാദിച്ചാണ് ജയിച്ചത്. നാന്തുവിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് മാരാർ സാറാണ്. അതുപോലെ തന്നെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴും എനിക്ക് ശങ്ക ഉണ്ടായിട്ടില്ല, സംശയം ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷമുള്ള ഓരോ പ്രവൃത്തിയും എൻ്റെ മനസ്സിൽ ചങ്കിടിപ്പ്, നെഞ്ചിടിപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഞാൻ അമ്മയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ കേസ് വാദിച്ചതിൻ്റെ ഫീസ് മാരാർ വക്കീൽ മേടിച്ചില്ല. എന്നാൽ ഇതിനെന്താണ് കാരണം എന്ന് അന്വേഷിച്ചു. എന്നാൽ കേസ് കഴിഞ്ഞതിന് ശേഷം അമ്മ മാരാർ വക്കീലുമായിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഈ അവാർഡ് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഫംഗ്ഷന് അമ്മ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. ഉള്ളിൽ സ്നേഹം വെച്ചുകൊണ്ട് എന്തിനമ്മ ഇങ്ങനൊരു അഭിനയം എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. ഇപ്പൊ ദേവയാനി അങ്ങ് നെഞ്ചു പൊട്ടി കരയുകയാണേ. കരള് പകുത്ത് നൽകിയ പെൺകുട്ടിയെ കാണണമെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചു. ആദർശേട്ടൻ്റെ അച്ഛനോട് അമ്മ ഒരുപാട് വാശി പിടിച്ചില്ലേ അതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പല തവണ അമ്മ പോയില്ലേ. ഒടുവിൽ അമ്മ സത്യം തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് അമ്മയെ ആ പെൺകുട്ടിയെ പറ്റിയുള്ള തിരച്ചിൽ പോലും നിർത്തിയത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ നയനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വെറുക്കുന്ന അമ്മയുടെ മരുമകളാണ് ലിവർ ദാനമായി അമ്മയ്ക്ക് തന്നതെന്ന് അറിഞ്ഞാൽ അമ്മ വേണ്ടാന്ന് പറയുമെന്ന ഭയപ്പാടുള്ളത് കൊണ്ടാണ് അതിശേട്ടനും അതിശേട്ടൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയാതിരുന്നത്. ഇപ്പോഴും അവരത് മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നത്. ഇനിയും അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ ഇതുവരെ പറയാതെ നിൽക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ ഞാനത് അറിഞ്ഞു കഴിഞ്ഞു. എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ അമ്മ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണല്ലോ നയനെ കരഞ്ഞുകൊണ്ട്. അപ്പോൾ ആൻമരി ഇങ്ങനെ ചോദിക്കും കേട്ടോ, ഇനി ആന്റിക്ക് എന്തെങ്കിലും ഒന്ന് പറയാനില്ലേന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി പറയും പറയണം എന്ന് പറഞ്ഞ മൈക്കിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ ആദർശവാൻ, എൻ്റെ മകൻ, അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ. അത്രത്തോളം സ്നേഹിച്ച് വളർത്തുമ്പോൾ പെട്ടെന്നൊരു സംഭവം അന്ന് ആ കല്യാണത്തിന് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു രീതിയിലായിരുന്നു അത് നടന്നത്. അതിനെ വല്ലാതെ തളർത്തി സങ്കടപ്പെടുത്തി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാലമായിട്ട് നയനമോളെ അംഗീകരിക്കാൻ സാധിക്കാതിരുന്നത്. മുഖം മറച്ചുകൊണ്ട് കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന എൻ്റെ മരുമകളും മറ്റൊരാളുടെ നിർബന്ധപ്രകാരം നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ച് ഉള്ളിലേക്ക് കയറ്റേണ്ടി വന്ന അമ്മ, അവള് പുറത്തേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ചിന്ത. അതിനുവേണ്ടി നയനമോളെ പരമാവധി എത്രത്തോളം ദ്രോഹിക്കാമോ അതിലപ്പുറം ഞാൻ ദ്രോഹിച്ചു. എൻ്റെ ആദർശമോൻ ആദ്യമൊക്കെ അവളുമായിട്ട് അകന്നു നിന്നെങ്കിലും പിന്നീട് അവർ രണ്ടുപേരും അടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ഒരമ്മയാണ് ഞാൻ. ജയേട്ടനും ആദർശനും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം രാവിലെ കോലം വരയ്ക്കുന്ന, കറക്റ്റ് സമയത്ത് പൂജാമുറിയിൽ കയറി വിളക്ക് വെക്കുന്ന, എല്ലാവർക്കും അടുക്കളയിൽ കയറി വെച്ചു വിളമ്പി കൊടുക്കുന്ന എൻ്റെ മരുമകളെ ഞാൻ അറിയാൻ വൈകി. അമ്മയാകാൻ പോകുന്ന ചേച്ചിക്ക് കുടിക്കാനായിട്ട് വെച്ചിരുന്ന പാലാണ് ഞാൻ എടുത്ത് കുടിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ ആയത്. പിന്നീട് മരണത്തോട് മല്ലടിക്കുമ്പോഴും എനിക്ക് ദേഷ്യം വരുന്നു എൻ്റെ മരുമകളോട്. അത് മറ്റൊന്നും കൊണ്ടല്ല,
അപ്പോഴും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് പാലിൽ വിഷം കലർത്തി എനിക്ക് തന്നത് എൻ്റെ മരുമകൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത്. അതിന് കഴിഞ്ഞുപരിയായിട്ട് എനിക്ക് ഏറ്റവും സങ്കടം വന്നത് എൻ്റെ മോള് ആദർശമായിട്ട് എന്നെ കാണാൻ ഐസിയുലേക്ക് വരുമ്പോൾ ഞാൻ അവളെ കാണണ്ടെന്ന് പറഞ്ഞ് ആട്ടി പായിച്ചിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ എന്നെ വളരെയധികം സങ്കടപ്പെടുത്തുന്നത്. അത് തന്നെയുമല്ല, സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ മുന്നിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം കരൾ ദാനം തന്ന ആ പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കണം, അവളാണ് കുടുംബത്തിന് യോജിച്ച മകളെ എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം ഞാൻ പൂച്ഛിച്ചപ്പോഴും ഒരു വാക്കുപോലും പറയാതെ എൻ്റെ മകള് ഒന്നും പറയാതെ നിന്നിട്ടേ ഉള്ളൂ. വിഷം ചേർത്ത പാല് കുടിച്ച് മരണത്തോട് മല്ലടിച്ച് ഞാൻ ഐസിയുയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരി ഞാൻ തന്നെയാണ്. ഇഷ്ടമില്ലാത്ത മരുമകളെ വേർതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് മണ്ഡലകാല സമയത്ത് എൻ്റെ മകനോട് ഞാൻ നേർച്ചയെടുത്ത് വ്രതം ചവിട്ടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ശിക്ഷ എനിക്ക് ദൈവം തന്നതാണ്. എല്ലാം അറിയുന്ന ആ ശക്തി മണ്ഡലകാലത്തിന് മുൻപിൽ തന്നെ ദൈവം ആ ക്രൂരതയ്ക്കുള്ള ശിക്ഷ എനിക്ക് തിരിച്ചെടുത്തു തന്നു എന്ന് പറഞ്ഞിട്ട് ദേവയാനി നമ്മുടെ നയനയുടെ അടുത്ത് നിന്ന് നയനയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോളെ ഇതൊക്കെ പാലിൽ വിഷം കലർത്തിയത് ദൈവം തന്നെയായിരിക്കും. എല്ലാം അറിഞ്ഞതിന് ശേഷം എൻ്റെ മകളെ ഒന്ന് അടക്കി പിടിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയായിരുന്നു. പക്ഷെ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മോളെ എന്നിങ്ങനെ പറയുകയാണേ. മണ്ഡലകാല സമയത്ത് കരൾ ദാനമായി കൊടുത്തതിന് ശേഷം എൻ്റെ മകൾ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവളെ തിരിച്ചുകൊണ്ട് വരാൻ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇനി എൻ്റെ മകള് എൻ്റെ വീടിൻ്റെ മരണശേഷം വരെ എൻ്റെ വീട്ടിലുണ്ടാവും എന്നൊരു തീരുമാനം എടുത്തിട്ടാണ് എൻ്റെ മരുമകളെ ഞാൻ കൂട്ടിയിട്ട് വന്നത് എന്നിങ്ങനെ പറയുകയാണേ. അപ്പോൾ ഗ്രേസി ചോദിക്കുകയാണ്, പിന്നെ താൻ എന്താടോ സത്യങ്ങളെല്ലാം നമ്മളോട് തുറന്നു പറയാഞ്ഞത് എന്ന് ചോദിക്കുകയെ. അപ്പോൾ ദേവയാനി പറയുകയാണ്, പറയില്ല, അതുപോലെയാ എല്ലാവരും കൂടെ എന്നെ കുരങ്ങ് കളിപ്പിച്ചത് എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. എന്നെ സഹായിച്ച പെൺകുട്ടിയെ ഞാൻ തേടി നടക്കുമ്പോൾ എല്ലാവരും പിന്നിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഉള്ളിലെ സ്നേഹം കാണിക്കാതെ മോളെ സ്നേഹിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. തോറ്റുമോളെ, എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റുപോയി എന്നിങ്ങനെ പറഞ്ഞ് കൈകൂപ്പി കരയാണ്. അപ്പോഴത്തേക്കും നയന കരഞ്ഞുകൊണ്ട്, ഇല്ല അമ്മ ഒരർത്ഥത്തിലും തോറ്റിട്ടില്ല എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് കവിളൊക്കെ തടവിയിട്ട് ദേവയാനോട് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആത്മഹത്യ മൈക്കിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, നയന മേഡം പറഞ്ഞത് ശരിയാണ്. അപ്പോൾ എന്തുകൊണ്ടും നയന മേഡത്തിന് അവാർഡ് കൊടുക്കാനുള്ള ആ ഒരു ശക്തിയുള്ളത്, ആ ഒരു ദൈവികതയുള്ളത് നമ്മുടെ ദേവയാനി മേഡത്തിന് മാത്രമാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസ് പറയും, എടോ അതങ്ങ് എടുത്തിട്ട് കൊടുക്കടോ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ദേവയാനി അവാർഡ് എടുത്ത് കൊടുത്ത് നയനയുടെ കവിളത്ത് അതിമനോഹരമായ ഒരു ചുംബനം കൊടുത്തുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്